ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കോൺഗ്രസിന് പിന്നാലെ CPIക്കും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ചാണ് ആദായ നികുതി വകുപ്പ് CPIക്ക് നോട്ടീസ് നൽകിയത്. കുറച്ച് വർഷങ്ങളായി പഴയ പാൻ കാർഡ് ഉപയോഗിച്ച ടാക്സ് റിട്ടേൺ നടത്തിയതിന്റെ കുടിശ്ശികയും പിഴയുമാണ് 11 കോടി എന്നാണ് ആദായ നികുതി വകുപ്പ് അതിന്റെ നോട്ടീസിൽ പറയുന്നത്. പക്ഷേ ഈ വാർത്ത അധികം പ്രചാരമൊന്നും ലഭിച്ചില്ല. പക്ഷേ ഈ വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ വാർത്ത സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഷെയർ ചെയ്യാൻ ഒരു പ്രത്യേക താല്പര്യം കാണിച്ച ഒരു മാധ്യമ പ്രവർത്തകയാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാറാണ്. സിന്ധു സൂര്യകുമാർ വലിയ ആവേശത്തോടെയാണ് CPIക്കെതിരായ ഈ വാർത്ത നൽകിയത്. ഈ ആവേശം സ്വന്തം മുതലാളിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനോടുള്ള കൂറാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായി. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥി അത് CPIയുടെ പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രന്റെ മത്സരം രാജീവ് ചന്ദ്രശേഖറിനെയും കൂട്ടരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് സിന്ധു സൂര്യകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. സിന്ധു സൂര്യകുമാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ നിങ്ങളൊന്ന് പരതുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്ന BJP പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലും അവർക്കെതിരായ ഒരു വാർത്ത പോലും സിന്ധു സൂര്യകുമാർ ഷെയർ ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. ആ ആളാണ് ഇപ്പോൾ CPIക്കെതിരായ ഒരു വാർത്ത വരുമ്പോൾ അത് വലിയ ആവേശത്തിൽ വലിയ പ്രാധാന്യത്തോടെ അതിനെ ഷെയർ ചെയ്യുന്നത്. അതിൽ നിന്നും എന്താണ് ലക്ഷ്യമെന്നത് വ്യക്തമാകുന്നു. പക്ഷെ എന്തിനായിരിക്കും CPI എന്നൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ BJPയും കൂട്ടരും ഇത്രമേൽ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാണ് ഉത്തരം. ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാതെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ചുരുക്കം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് CPI. രണ്ടാമത്തേത്, BJPയുടെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിയർപ്പിക്കുന്നത് പന്ന്യൻ രവീന്ദ്രൻ എന്ന CPI നേതാവാണ്. പന്ന്യൻ രവീന്ദ്രന്റെ ജനങ്ങളുമായുള്ള ബന്ധം, ജനങ്ങൾക്ക് പന്ന്യൻ രവീന്ദ്രനുമായുള്ള ബന്ധം, അദ്ദേഹം 4 വർഷത്തോളം തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരണത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇത് രാജീവ് ചന്ദ്രശേഖറിനെയും BJP ക്യാമ്പിനെയും ഭയത്തിലാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏഷ്യാനെറ്റ് വലിയ പ്രാധാന്യത്തോടെ CPIക്കെതിരായ വാർത്ത നൽകുന്നതും ഇതേ ലക്ഷ്യത്തോടെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകും. എന്തായാലും പന്ന്യൻ രവീന്ദ്രനെ ഇത്രമാത്രം BJP ക്യാമ്പ് ഭയക്കുന്നതിൻ്റെ ഒരു കാരണം പന്ന്യൻ രവീന്ദ്രന്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. 2005 മുതലുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരൊറ്റ സ്ഥാനാർത്ഥി ഒഴികെ മറ്റാരും ഇന്നുവരെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2005 മുതൽ 50% വോട്ട് വിഹിതം നേടി വിജയിച്ചിട്ടില്ല. അങ്ങനെ വിജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി 2005 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രൻ അന്ന് 2005 ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് 51.41% വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന VS ശിവകുമാർ എതിരെ മത്സരിക്കാൻ ഉണ്ടായിരുന്നിട്ട് കൂടിയായിരുന്നു ഇത്ര വലിയൊരു വിജയം പന്ന്യൻ രവീന്ദ്രൻ സ്വന്തമാക്കിയത്. ഇനി ബാക്കി തെരഞ്ഞെടുപ്പുകളിലെ ചിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബാക്കി വിജയിച്ച ശശി തരൂരിന് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് 34%, 41% വോട്ട് മാത്രമാണ്. അപ്പോൾ പന്ന്യന്റെ ട്രാക്ക് റെക്കോർഡ് ഈ BJP ക്യാമ്പിനെ വലിയ രീതിയിൽ ഭയത്തിലാക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അയാളുടെ ചരിത്രം അത്രമാത്രം ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് സിന്ധു സൂര്യകുമാറിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ CPIക്കെതിരായ വാർത്തകൾ നൽകാൻ വലിയ പ്രാധാന്യവും വലിയ താല്പര്യവും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച കോൺഗ്രസിനെ പൂട്ടിക്കൊണ്ടിരുന്ന BJP ആ പൂട്ടുമായി ഇപ്പോൾ CPIയുടെ ഓഫീസ് പടിക്കലെത്തിയിരിക്കുകയാണ്. 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ചാണ് CPIക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന് കഴിഞ്ഞ ദിവസമാണ് 1700 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകുന്നത്.
ഇങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ ഏതാണ്ട് പൂർണ്ണമായും ആദായ നികുതി വകുപ്പിനെയും EDയെയും ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് BJP സർക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും CPIയുടെ പന്ന്യൻ രവീന്ദ്രന്റെ മത്സരം രാജീവ് ചന്ദ്രശേഖരനെയും BJPയെയും അവരുടെ അനുചാര വൃന്ദത്തെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.